നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോളു. ഇന്നത്തെ വീഡിയോ അതായത് 17/6/2026 ബുധനാഴ്ച വൈകിട്ട് സ്വർണ്ണവിലയും റബ്ബർ വിലയും. സ്വർണ്ണവില വീണ്ടും കുറഞ്ഞിരിക്കുകയാണ്. ഒരു ഗ്രാമിൻ്റെ മോളിൽ 25 രൂപ, ഒരു പവൻ്റെ മോളിൽ 200 രൂപയാണ് ഇന്ന് കുറഞ്ഞത്. യുഎസിൻ്റെ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവിൻ്റെ നിർണായക പണനയ പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്നതാണ് സ്വർണ്ണവിലയുടെ കുതിപ്പിന് തടയിട്ടത്. ഇസ്രായേൽ, അമേരിക്ക, ഇറാൻ യുദ്ധം അവസാനിക്കുന്നതിനാൽ ക്രൂഡ് ഓയിൽ വിലയും ഡോളർ സൂചികയും താഴ്ന്നിട്ടുണ്ട്. വിശദമായി സ്വർണ്ണവില നോക്കുമ്പോൾ സ്വർണ്ണം 22 ക്യാരറ്റ് 13,850, ഒരു പവൻ 1,10,800. അതുപോലെ 24 ക്യാരറ്റ് 15,110, ഒരു പവൻ 1,20,880. അതുപോലെ 18 ക്യാരറ്റ് 1 ഗ്രാം 11,332, ഒരു പവൻ 90,656. ഇതാണ് വൈകിട്ടത്തെ സ്വർണ്ണവില. സ്വർണ്ണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. ഇനി റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില കോട്ടയം RSS 4 കിലോ 276, RSS 5 കിലോ 271, ISN 20 224, ലാറ്റക്സ് 60% ആഴ്ച 169 5 പൈസ. ഇതാണ് വൈകിട്ടത്തെ കോട്ടയം വില. കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 276, RSS 5 കിലോ 271. അഗർത്തല വില നോക്കുമ്പോൾ RSS 4 കിലോ 263, RSS 5 കിലോ 260. വിദേശ വില നോക്കുമ്പോൾ ബാങ്കോക്ക് RSS 1 309 രൂപ 38 പൈസ, RSS 2 307 രൂപ 64 പൈസ, RSS 3 306 രൂപ 4 പൈസ, RSS 4 305 16 പൈസ, RSS 5 കിലോ 306 രൂപ 73 പൈസ. ഇതാണ് വിദേശ വില. റബ്ബർ വില രാവിലെയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ന് വൈകിട്ട് 1 രൂപയാണ് RSS 4 5 കൂടിയിരിക്കുന്നത്. എന്തായാലും റബ്ബർ ബോർഡിലേക്ക് ഒരു മലയാളി N ഹരി അപ്പോയിൻ്റ് ചെയ്തിരിക്കുകയാണ് ചെയർമാനായിട്ട്. 28 ജൂൺ 2022 മുതൽ ബോർഡ് മെമ്പറാണ്. ഇപ്പോൾ മഴയുടെ സീസണാണല്ലോ. മഴക്കാല രോഗങ്ങളെ കരുതിയിരിക്കാം. വളരെയേറെ ജാഗ്രത പുലർത്തേണ്ട സമയമാണിപ്പോൾ. മഴക്കാല സാംക്രമിക രോഗങ്ങളായ ഡെങ്കിപ്പനി, മലേറിയ, ചിക്കൻ ഗുനിയ, എലിപ്പനി തുടങ്ങിയവയ്ക്കെതിരെ കരുതിയിരിക്കുക. അതിനായി ഡ്രൈ ഡേ ആണ് 3 ദിവസം. വെള്ളിയാഴ്ച സ്കൂളുകളിലും ശനിയാഴ്ച ഓഫീസുകളിലും വീടുകളിൽ ഞായറാഴ്ചയുമാണ് ഡ്രൈ ഡേ ആയിട്ട് സംസ്ഥാന സർക്കാർ ആചരിക്കുന്നത്. ഇപ്പം വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. ചിരട്ട, തൊണ്ട്, പാത്രങ്ങൾ എല്ലാം തന്നെ കമത്തി വെക്കുക. വളരെയേറെ വൃത്തിയായി സൂക്ഷിക്കുക. രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ പ്രാഥമിക ചികിത്സ നേടുക. ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങിക്കുക. അല്ലാതെ നേരിട്ട് പോയി മെഡിക്കൽ സ്റ്റോറിൽ പോയി മരുന്ന് വാങ്ങിക്കരുത്. വൈദ്യുതി കമ്പികളും പോസ്റ്റുകളും പൊട്ടി വീഴാനുള്ള സാധ്യത ശ്രദ്ധയിൽപ്പെട്ടാൽ KSCB 1912 എന്ന കൺട്രോൾ റൂമിലോ 1077 എന്ന നമ്പറിലോ അറിയിക്കാം. വെള്ളപ്പൊക്കം, കാറ്റ്, മിന്നൽ തുടങ്ങിയവ മൂലമുള്ള അപകടങ്ങൾ ഒഴിവാക്കാം. അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവർ പ്രത്യേകം ജാഗ്രത പാലിക്കണം. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്ന വളരെയധികം നന്ദി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക്, ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.